ഹായ് സുന്ദരീസ്. അപ്പൊ ദാ ഈ ഒരു മാല ഞാൻ എപ്പോഴൊക്കെ ഇടുന്നു അപ്പോഴൊക്കെ കുറെ പേര് ചോദിക്കാറുണ്ട് എവിടുന്നാന്നുള്ളത്. പക്ഷെ കുറെ പേരൊക്കെ പറയാറുണ്ട് പൾമണാസ് എന്നുള്ളതല്ലേ എന്നുള്ളത്. അവിടെ നിന്ന് ഞാൻ മേടിച്ചാൽ വെച്ചാൽ നമ്മൾ മിന്ത്രയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. നമ്മുടെ ശ്രദ്ധ കപൂറിന്റെ ബ്രാൻഡാണ്, ഗോൾഡ് പ്ലേറ്റഡ് ജ്വല്ലറി ആണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കളർ പോയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാനത് യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 2.5 മാസമെങ്കിലും ആയിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മക്കുട്ടിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. കളർ അധികം മങ്ങിയിട്ടില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ അധികം നല്ല ഒട്ടും തന്നെ മങ്ങിയിട്ടില്ല. പക്ഷെ ഞാൻ സൂക്ഷിച്ച് എടുത്ത് വെക്കുന്നുണ്ട്. കുളിക്കുമ്പോ എനിക്ക് തോന്നുന്നു ഇമ്മക്കുട്ടി കുളിക്കുമ്പോൾ 2 തവണ ഇട്ടിട്ടൂലടാ, 2-3 തവണ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ കുളിക്കുമ്പോ കഴിവതും ഇടാറില്ല. ഇപ്പൊ ഞാൻ തെറ്റിയിട്ട് 1 തവണ ഇട്ടെങ്കിലേ ഉള്ളൂ. അപ്പൊ ഞാൻ നന്നായി സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ തോന്നുന്നു എനിക്ക് കളർ പോയിട്ടില്ല കേട്ടോ. നല്ലതാണ്. അറൌണ്ട് എനിക്ക് തോന്നുന്നു 1000 to 2000 ഇടയ്ക്കാണ് ഇതിന് പ്രൈസ് ഉള്ളത്. പക്ഷേ ഡിസ്കൗണ്ട് ഉള്ള സമയത്ത് മേടിച്ചാൽ മതി. ഇത് ഞാനൊരു 900 സംതിങ്ങിനായിരുന്നു മേടിച്ചിട്ടുള്ളത്. ഇനി വേറൊരു മാലയും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചേട്ടാ, ഇത് എ ആൽഫബറ്റിൽ വരുന്നതാണ് കേട്ടോ. ഇഷ്ടമുള്ള ആൽഫബറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോ എ ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം എന്റെ പേര് അശ്വതി, പിന്നെ മോളുടെ പേര് അഗ്നിക. അങ്ങനെ എ ആണ് നമ്മൾ മേടിച്ചിട്ടുള്ളത്. പിന്നെ അടുത്ത മാല വന്നിട്ട് ചെറിയൊരു പേൾ ഡീറ്റെയിലിംഗ് ആയിട്ട് വരുന്നതാണ് കേട്ടോ. ഇത് ഞാൻ ഏറ്റവും അറ്റത്തെ ചെയിനിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ നമുക്ക് നീളം കൂട്ടണമെങ്കിൽ അങ്ങോട്ടേക്ക് കുറച്ച് കണ്ണികൾ ഉണ്ട് കേട്ടോ. നല്ല ക്യൂട്ടായിട്ടുള്ളത്. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ബാക്കി 2 ഇഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇതും കൂടി മേടിച്ചത്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു. നല്ലൊരു പിൻട്രസ്റ്റി വൈബ്. പിന്നെ വന്നിട്ട് ഇതാ ഒരു ടെന്നീസ് ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. അത് ഡയമണ്ടിന്റെ ഒക്കെ ഇപ്പൊ ഒരുപാട് പേര് ഇട്ടിട്ട് നമ്മൾ കാണുന്നതല്ലേ. അതിന്റെ ഗോൾഡ് പ്ലേറ്റഡ് ആയിട്ടുള്ളതാണ്. നല്ല രസമാണ്. ഇത് പണ്ടൊക്കെ ഒരു ഇടയ്ക്ക് ഭയങ്കര പോപ്പുലർ ആയിരുന്നു. പിന്നെ എഗെയിൻ ഇപ്പോ വാച്ചിനൊപ്പം ഒക്കെ പെയർ ചെയ്തിട്ട് ഞാൻ കാണാറുണ്ട് കേട്ടോ. എന്തെങ്കിലും ഡയമണ്ടിന്റെ മേടിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അതിനേക്കാളിലും വലിയ ആഗ്രഹങ്ങൾ വേറെയുണ്ട്. അത് സാധിച്ചിട്ടേ നമ്മൾ ഇത് മേടിക്കുള്ളൂ കേട്ടോ. വാച്ചിനൊപ്പം പെയർ ചെയ്താലും ഇങ്ങനെ സ്റ്റാക്ക് ചെയ്യാനായിട്ടും അടിപൊളിയാണ് കേട്ടോ. കാർട്ടിൽ ആഡ് ചെയ്തിട്ടാൽ മതി. എന്നിട്ട് സെയിൽ വരുന്ന ടൈമിൽ മേടിച്ചാൽ മതി. അപ്പൊ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ പ്രൈസിൽ. അത് ആ പ്രോഡക്ട്സ് ഇവിടെ ടാഗ് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കൂ. ലവ് യു സോ മച്ച്. ബൈ.